അപ്പോൾ ഇത്തരം കാര്യങ്ങളെ ഒരു നാടെന്ന നിലക്ക് ഒന്നിച്ച് ചോദ്യം ചെയ്യാൻ സന്നദ്ധമാവുക എന്നതാണ് വേണ്ടത്. അതാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. സംസാരിക്കാനുള്ള സാധ്യതയുണ്ടോ? ഈ മാനദണ്ഡങ്ങൾ അനുസരിച്ചല്ല നമ്മളിത് കൊടുത്തതിനെ ആവർത്തിക്കുമ്പോൾ ആന എന്നവരെ നേരിട്ട് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇനി സാധ്യമാണോ? അല്ല, ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കേരളത്തിൽ വന്ന ഒരു മാറ്റം നമ്മളെല്ലാവരും കാണുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞതിൽ നിന്ന് വന്നിട്ടുള്ളൊരു മാറ്റമാണ്. ഈ കാര്യങ്ങളിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എല്ലാ എം പിമാരും, BJP ഇല്ല, എല്ലാ എം പിമാരും ഒന്നിച്ചാണ് പോയി കേന്ദ്രത്തെ സമീപിച്ചത്. അതൊരു നല്ല തുടക്കമാണ്, നല്ല നീക്കമാണ്. പക്ഷേ അതിനാണ് തീർത്തും തെറ്റായ മറുപടി നൽകിയത്. ആ മറുപടി വിശദമായി ഗണ്ണിച്ചുകൊണ്ട് തന്നെ കേന്ദ്രത്തെ ബന്ധപ്പെടും. കാരണം നമുക്ക് ബന്ധപ്പെടാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മളൊരു സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കല്ലേ. സംസ്ഥാനത്തിന് താല്പര്യം എപ്പോഴും കേന്ദ്രത്തിൻ്റെ മുന്നിൽ വെക്കണ്ടേ. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അടുത്ത് നിങ്ങൾ സ്വീകരിച്ച സമീപനം ശരിയല്ല, ഇത് ഇന്ന കാരണങ്ങളാൽ തെറ്റാണ്, ഞങ്ങൾക്ക് സഹായം ലഭ്യമാകേണ്ടതാണ് എന്ന് തുടർന്നും ആവശ്യപ്പെടുന്ന നില സ്വീകരിക്കുക തന്നെ ചെയ്യും. ഈ സർവകക്ഷി യോഗത്തെ ചേർത്ത് വെച്ച് വായിക്കേണ്ട കാര്യമുണ്ടോ? അതായത് കേന്ദ്രത്തിന്റെ ഒരു സമീപനം എന്തായിരിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പാണോ വി മുരളീധരൻ ശ്രമിക്കുന്നത്, നൽകാൻ ശ്രമിക്കുന്നത്? എന്താ പ്രസ്താവന? അതാണ് ഞാൻ പറഞ്ഞത്. അതെ അല്ല, അതിനെയാണല്ലോ ദേശീയ തലത്തിൽ തന്നെ വലിയ ദുരന്തമായിട്ട് കണ്ടത്. പക്ഷെ ഇവിടെ ജീവിക്കുന്ന ഒരാൾക്ക് ഇവിടുത്തെ വികാരങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതിന് പകരം അതിനെ ലഘൂകരിക്കാനുള്ള ശ്രമമാണല്ലോ നടക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞൊരു ഭാഗം. അങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? ആ ഭാഗം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഈ സർവകക്ഷി യോഗം പോലുള്ള എന്തെങ്കിലും അടുത്ത ഇതിനെതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പ് വേണമല്ലോ എന്തായാലും, രാഷ്ട്രീയമായ ഒരു വിവേചനം. അതൊക്കെ പിന്നീട് ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. അതിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ആലോചിക്കാം. മറ്റൊരു കാര്യം, ഈ ഹൈക്കോടതിയിലെ വളരെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം കുറച്ചു കാലമായിട്ട് നമ്മൾ കാണുന്നതാണ്. അപ്പൊ അതേ രാഷ്ട്രീയത്തിന്റെ വാതിൽ ചെന്ന് വീണ്ടും മുട്ടിയിട്ട് കാര്യമുള്ള കോടതികൾ വഴി നീങ്ങുന്നതായിരിക്കും കൂടുതൽ ഉചിതം. നമുക്ക് എല്ലാ വഴികളും നമ്മൾ സ്വീകരിക്കണമല്ലോ. അതിലേറ്റവും പ്രധാനപ്പെട്ട മാർഗം ഒരു സർക്കാർ എന്ന നിലക്ക് കേന്ദ്ര സർക്കാരുമായി നിരന്തരം ബന്ധപ്പെടുക എന്നുള്ളത് തന്നെയാണ്. അവരുടെ മനോഭാവം ഇത് തന്നെയാണെന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എന്ന് വെച്ച് ഇനി നിങ്ങളോട് ഇനിയും ഉണ്ടില്ല എന്ന നിലപാട് സംസ്ഥാന സർക്കാരിന് എടുക്കാൻ കഴിയില്ലല്ലോ. സംസ്ഥാന സർക്കാർ തുടർന്നും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. മറ്റു കാര്യങ്ങൾ പിന്നീട് ആലോചിക്കുകയും ചെയ്യും. കോടതിയിൽ കൈകാര്യം ചെയ്ത വീഴ്ചയല്ല. കോടതിയിൽ കൈകാര്യം ചെയ്യുന്ന അഡ്വക്കറ്റിന് അപ്പോൾ കയ്യിലുള്ള വിവരങ്ങളാണല്ലോ പറയാൻ കഴിയുക. വിവിധ വകുപ്പുകളിൽ നിന്നും വിവിധ ജില്ലകളിൽ നിന്നും ശേഖരിച്ച് കൊടുക്കേണ്ട മറുപടി ഒറ്റ ക്ലിക്കിൽ കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല. അതിനാണ് കാലതാമസം വന്നത്. അതുകൊണ്ടാണ് സമയം ചോദിച്ചത്. തരില്ല എന്നല്ലല്ലോ പറഞ്ഞത്. ഇന്നെൻ്റെ കയ്യിലില്ല, ഇത്ര ദിവസം വേണം, കുറച്ച് ദിവസം വേണം, അതിനൊരു സാവകാശം വേണമെന്ന് മാത്രമാണ് പറഞ്ഞത്. അത് കൊടുക്കാൻ സർക്കാർ എപ്പോഴും ബാധ്യസ്ഥയല്ലേ. ഹൈക്കോടതിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് വന്നാൽ അത് കൊടുക്കാൻ എപ്പോഴും സർക്കാർ ബാധ്യസ്ഥമാണ്. അത് ചെയ്യുക തന്നെ ചെയ്യും. പകരുന്നല്ലേ കോടതിയുടെ ഈ നടപടികൾ, ഇത്തരം പ്രതികരണങ്ങൾ വരുമ്പോഴേ അതും ഒരു പൊതുബോധമായി മാറുകയാണല്ലോ. അങ്ങനെ കാണണ്ട. അത് നമ്മുടെ രണ്ട് തരത്തിലും ആകാം. ഇപ്പോൾ ഒന്ന്, വിവരങ്ങൾ അപ്പം തന്നെ കിട്ടണമെന്ന് കോടതി ആഗ്രഹിക്കുന്നു. വിവരങ്ങൾ കിട്ടാതിരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന കോടതിയുടെ ഭാഗമായിട്ടുള്ള ബഹുമാനായ ജസ്റ്റിസിന് പെട്ടെന്നുണ്ടാകുന്ന ഒരു വികാരത്തിൻ്റെ മേലെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഉടനെ നിങ്ങളത് നമ്മുടെ മാധ്യമങ്ങൾക്കൊരു നല്ല വാർത്ത കിട്ടിയെന്നുള്ള മട്ടിൽ അതൊരു വലിയ വാർത്തയാക്കി മാറ്റുന്നു. യഥാർത്ഥത്തിൽ അവരെ ഉദ്ദേശിച്ചേ ഉണ്ടാവില്ല. അവർ കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി പറഞ്ഞൊരു കമൻറ്റ് മാത്രമായിരിക്കും. ആ നിലക്കായിരിക്കും അത് വന്നിട്ടുണ്ടാകുക. ആ നിലക്ക് അതിനെ എടുത്താൽ മതി. അവർക്ക് അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള തീരുമാനമാണ് മന്ത്രിസഭ എടുത്തത്. അതിനെതിരെ വ്യാപകമായ വിമർശനം പ്രതിപക്ഷത്തിന്റെ അടക്കം ഭാഗത്തു നിന്നുണ്ടാകുന്നു. കരാറിൽ നമ്മൾ അങ്ങോട്ട് പണം കൊടുക്കേണ്ടതില്ല, നമുക്ക് ഇങ്ങോട്ടാണ് തരേണ്ടത് എന്ന് പറയുന്നത്. ഇതിനകത്ത് വസ്തുത എന്താണ്? എന്തിനാണ് നമ്മൾ അങ്ങോട്ട് പണം കൊടുക്കാതെ?
സ്മാർട്ട് സിറ്റി ഒരു വിഷയമാണല്ലോ. അപ്പോൾ അതിൽ മറ്റെന്തെങ്കിലും ചോദ്യം ഉണ്ടോ അതുമായി ബന്ധപ്പെട്ടിട്ട്? ഇതിന്റെ കാര്യത്തിൽ ഈ ടീകോം പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ എന്ത് കാരണങ്ങളാണ് അവർ പറഞ്ഞത്? കാരണം അവരുടെ കമ്മിറ്റ്മെന്റ് 10 കൊല്ലം കൊണ്ട് ഈ പദ്ധതി പൂർത്തിയാക്കണമെന്നായിരുന്നല്ലോ. അവരെന്ത് കാരണമാണ് ഈ സർക്കാരിന് നൽകിയ കത്തിൽ പറയുന്നത്? അതോടൊപ്പം തന്നെ ഈ ടീകോം ഇത്തരത്തിൽ ഒരു സുതാര്യമല്ലാത്തൊരു സമീപനം സ്വീകരിച്ചു എന്നുള്ള ആക്ഷേപങ്ങളുമുണ്ട്. കാരണം ഇത് വേണ്ടത്ര അവർ ഇത് കാര്യങ്ങളെ ബോധ്യപ്പെടുത്തിയല്ല പിന്മാറുന്നുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ഇന്നത്തെ എന്താണ് പ്രതികരണം? അല്ല, അവിടെ ഒരു ചോദ്യം വന്നു. ടീകോമിന്റെ മുൻ സിഇഒയെ ഈ നഷ്ടപരിഹാരം കണ്ടെത്താനുള്ള സമിതി ബാധ്യത ഉൾപ്പെടുത്തിയതിനെ മുൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അഴിമതി ആരോപണം ഈ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് മറിച്ചു കൊടുക്കാൻ പോകാനുള്ള ആശയമുണ്ട്. അവരാണ് തൊഴിൽ കൃത്യമായി നൽകാത്തതും കരാർ വ്യവസ്ഥ പാലിക്കാത്തതും. നമ്മൾ അവരുടെ നിന്നും പണം ഈടാക്കാതെ അങ്ങോട്ട് പ്രധാനപ്പെട്ട സിഎം, ഇത് വയബിൾ അല്ല എന്നുള്ളത് കൊണ്ടാണോ ടീകോം പിന്മാറുന്നു എന്ന് പറയുന്നത്? അതുപോലെ തന്നെ ഈ കരാറിൽ അവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാനുള്ള വ്യവസ്ഥ ഉണ്ടെന്നും ഇല്ലെന്നുമുള്ള വാദങ്ങൾ ഉയർന്നിട്ടുണ്ട്. അതിൽ സർക്കാരിന് വ്യക്തതയുണ്ടോ? ശരി, ശരി, ആയില്ലേ? നമ്മള് ടീകോമിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ എന്തെങ്കിലും വീഴ്ചയോ വിശ്വാസക്കുറവോ അത് സർക്കാരിന് ബോധ്യപ്പെട്ടുകൊണ്ട് കൂടിയാണോ ഇങ്ങനെയൊരു നിലപാട്? ഇവിടെ ആദ്യമേ തന്നെ വ്യക്തമാക്കാനുള്ളത്, സ്മാർട്ട് സിറ്റി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ചില കാര്യങ്ങളുണ്ടായിരുന്നു. അത് ഒന്നും നിന്നുപോവില്ല എന്നുള്ളതാണ്. പലതരത്തിലുള്ള ഊഹാപോഹങ്ങളും പ്രചരിപ്പിക്കുന്ന അവസ്ഥ വരുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ ഭാവി വികസനത്തിൽ IT മേഖലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുണ്ട്. അതിനുതകും വിധത്തിലുള്ള ഇടപെടലാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നഷ്ടപരിഹാരം കൊടുത്ത് പറഞ്ഞു വിടുക, അങ്ങനെയൊരു സമീപനമല്ല സർക്കാരിനുള്ളത്. ഇവിടെ നാം കാണേണ്ടത് ഇതൊരു ഗവൺമെൻറ് ടു ഗവൺമെൻറ് സംവിധാനമാണ്. ഗവൺമെൻറ് ടു ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ മറുഭാഗത്തുള്ള ഗവൺമെൻറ് നമ്മുടെ മലയാളി സഹോദരങ്ങൾ ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന ഒരു പ്രദേശത്തെ ഗവൺമെൻറ്റാണ്. അപ്പോൾ അവരുമായി വല്ലാത്തൊരു മോശമായ ബന്ധമല്ല നമുക്ക് ഇതേവരെ ഉള്ളത്. അതേസമയം മലയാളികളോട് വൈകാരികമായി തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു ഭൂപ്രദേശവും ഗവൺമെൻറ്റുമാണ് UAE-യും UAE ഗവൺമെൻറ്റും എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. UAE-യിലെയും കേരളത്തിലെയും സർക്കാരുകൾ ഇടപെട്ടുകൊണ്ടുള്ള വിവിധ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നടന്നിട്ടുണ്ട്. അതിൻ്റെയെല്ലാം ഭാഗമായുള്ള രണ്ട് ഗവൺമെൻറ്റുകളുടെയും സഹകരണത്തിൻ്റെ ഭാഗമായുള്ള ഒരു ഉൽപ്പന്നമാണ് ഈ സ്മാർട്ട് സിറ്റി കരാർ എന്നത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ സ്ഥലം നമ്മൾ ഏറ്റെടുക്കാനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്തരൊരു പിന്മാറ്റ നയം തയ്യാറാക്കുന്നതിന് ഒരു കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു. അവരാണ് അതിൻ്റെ വിശദാംശങ്ങൾ തയ്യാറാക്കേണ്ടത്. ഭാവിയിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നെല്ലാമുള്ള കാര്യങ്ങൾ ആ കമ്മിറ്റിയുടെ കൂടി നിർദ്ദേശങ്ങൾ വന്നതിന് ശേഷം തീരുമാനിക്കാനുള്ള കാര്യമാണ്. കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശമായില്ല, കമ്മിറ്റി ആയതേ ഉള്ളൂ, അവർ പരിശോധിച്ച് വരികയാണ്. ആ പരിശോധനയ്ക്ക് ശേഷമാണ് ഈ പറയുന്ന അവരുടേതായ അഭിപ്രായങ്ങൾ രൂപീകരിക്കുക. സ്മാർട്ട് സിറ്റിയിൽ സാധാരണ നിലക്ക് ടീകോം അവർ വാങ്ങിയ ഓഹരി വില അതാണ് സാധാരണ നിലക്ക് മടക്കി കൊടുക്കേണ്ടി വരിക. ഇത് തന്നെ ഇൻഡിപെൻഡൻ്റ് ഇവാലുവേറ്റർ തീരുമാനിക്കുന്നതാണ്. അത് നഷ്ടപരിഹാരമല്ല. നഷ്ടപരിഹാരം എന്നൊരു വാക്ക് അവിടെ ഉപയോഗിക്കേണ്ടതായിട്ടില്ല. അത് സാധാരണ നിലക്ക് കരാറിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യമാണ്. ദുബായ് ഹോൾഡിങ്സ് 2017 ദുബായ്ക്ക് പുറത്തുള്ള ഓപ്പറേഷൻസ് നിർത്തുന്നതുമായി തീരുമാനം കൈക്കൊണ്ടു. അതിൻ്റെ കൂടി ഫലമായാണ് നിലവിൽ
ഈ ഒരു സാഹചര്യം സ്മാർട്ട് സിറ്റിക്ക് ഉണ്ടായത്. ഇതെല്ലാം ഈ രൂപീകരിച്ച കമ്മിറ്റി കണക്കിലെടുക്കുന്ന നിലയാണുണ്ടാവുക. ഇവിടെ ഒരു ചോദ്യം പ്രസക്തമായി വന്നല്ലോ, ഇത് പിന്നെ ഏതെങ്കിലും സ്വകാര്യ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ കൊടുക്കലാണോ എന്നൊക്കെയുള്ളത്. ഇവിടെ ഉദ്ദേശിക്കേണ്ടത് ഈ നമ്മളിത് ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായും ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ളതായിരിക്കും. ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ളൊരു പൊതുമേഖലാ സ്ഥാപനമായിട്ട് ഇത് നിലനിൽക്കും. ഒരു ജോയിൻറ്റ് വെഞ്ചറും അവിടെ ഉണ്ടാവില്ല. ഒരു കൂട്ടർക്കും ഇത് പതിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവർ പോയി വേറൊരു കൂട്ടർ ആ സ്ഥാനത്ത് വന്നിരിക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്ന കാര്യമല്ല. അങ്ങനെയൊരു കാര്യമേ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. ഒരു സ്വകാര്യ പങ്കാളിത്തവും അതിനകത്തുണ്ടാവില്ല. സർക്കാർ നിയന്ത്രണത്തിലാണ് എല്ലാ കാര്യങ്ങളും, തുറന്നുള്ള വികസനങ്ങൾ നടക്കുക. എന്നാൽ നമുക്കറിയാലോ, ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ പാർക്കിൻ്റെ കാര്യമൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ. അതിനകത്ത് ഒരുപാട് സ്വകാര്യ കമ്പനികൾ വരും, അത് വേറെ. പാർക്ക് ഇതിൻ്റെ ഭാഗമായി ഗവൺമെൻറ് ഉടമസ്ഥതയിൽ തന്നെയാണ് നിൽക്കുക. സ്വകാര്യ സ്ഥാപനങ്ങൾ വന്നു എന്ന് വരാം, സ്വകാര്യ പദ്ധതികൾ വന്നു എന്ന് വരാം. അതിനൊക്കെ ആവശ്യമായ സൗകര്യങ്ങൾ സ്വാഭാവികമായും ചെയ്യും. ഇപ്പോൾ അവിടെ നിന്ന് അടുത്ത് തന്നെ ഇൻഫോ പാർക്കിൽ ഇപ്പോൾ ധാരാളം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നില്ലേ. ടെക്നോ പാർക്കിൻ്റെ കാര്യം നമുക്കിവിടെ അറിയാവുന്നതല്ലേ. ഇപ്പോൾ 246 ഏക്കർ സർക്കാർ ഭൂമി പാട്ടത്തിന് നൽകിക്കൊണ്ടാണ് സ്മാർട്ട് സിറ്റി SPV രൂപീകരിച്ചത്. ഈ 246 ഏക്കർ ഭൂമി കേരളത്തിൻ്റെ IT വികസനത്തിന് ഫലപ്രദമായി ഉപയോഗിക്കാനാവും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത.